അലീനയുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് രോഹിത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിയെ. വൈജയന്തിയോട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ അവിടെ സംഭവിച്ചത്, എന്താ അലീനയ്ക്ക് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്, നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു, അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അച്ഛൻ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അതിലിപ്പോൾ നിനക്കെന്താ അറിയേണ്ടത്, നിന്നോട് അച്ഛൻ പറഞ്ഞില്ലേ? അപ്പോൾ അച്ഛനെല്ലാം പറഞ്ഞു, അതുകൊണ്ടാണല്ലോ എനിക്ക് അമ്മയെ വിളിക്കേണ്ടി വന്നത്. എന്താ അമ്മ അവിടെ നടക്കുന്നത്, എന്തിനാ അമ്മേ ഇനിയും ഇങ്ങനെയൊക്കെ ഒരു ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓ, ഇതിപ്പോൾ ആരാ ഈ പറയുന്നത്, എല്ലാം കഴിച്ചുകൂട്ടി ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ എത്തിച്ചിട്ട് ഇപ്പം അവൻ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ശരിയാണ്, അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്, അതിൽ കൂടുതലും തെറ്റ് ചെയ്തിട്ടുള്ളത് അലീനയോട് തന്നെയാണ്. എങ്കിലും അമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ തെറ്റിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ശരിയിൽ എത്തി നിൽക്കുന്നത് ആ അലീന കാരണം തന്നെയാണ്. എല്ലാം അമ്മയ്ക്ക് അറിയാലോ, എന്തിനാ എന്നിട്ടും ഇങ്ങനെ? അമ്മയിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. അതേടാ, നിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ചാവാം ഇനി എൻ്റെ നടത്തവും നീക്കങ്ങളും. ഞാൻ പ്രതീക്ഷിച്ച പോലെയാണല്ലോ എനിക്ക് നീ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചു തന്നത്. എന്നിട്ടിപ്പോൾ അവൻ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചിരിക്കുന്നു. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് എന്നെ ശരണ്യയുടെ കേസിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ അന്ന് രാത്രി അലീനയെയും കൂടി ക്വസ്റ്റ്യൻ ചെയ്യാൻ ആ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയ കഥ അമ്മക്കറിയാമല്ലോ. അന്ന് ഞാൻ കണ്ടതാണ്, ആ പോലീസുകാർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞ് അലീനയെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അലീനയിലെ നന്മ. ഇനിയും അത് കാണാതെ പോകരുത് അമ്മ അതൊന്ന് മനസ്സിലാക്കണം. രോഹിത്ത് അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തിയും രോഹിത്തും തമ്മിൽ കുറച്ച് സമയത്തെ വാക്കുതർക്കത്തിന് ശേഷം രോഹിത്ത് അമ്മയോട് ഇനി എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഈ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, എനിക്ക് ഇതിൽ കൂടുതൽ എനിക്കൊന്നും അമ്മേനോട് പറയാനില്ല, അമ്മ ബബിതയെ ഒന്ന് ശ്രദ്ധിക്കണം, അവളുടെ പോക്കുകളൊന്നും ശരിയല്ല, അമ്മയുടെ വാശിയും വൈരാഗ്യവും തീർക്കാൻ അവളുടെ ജീവിതവും കൂടി വെച്ച് അമ്മ കളിക്കരുതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മറുപടി ഒന്നും കേൾക്കാതെ രോഹിത്ത് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രോഹിത്തിനും വല്ലാത്തൊരു വിഷമം തോന്നിയിരിക്കുകയാണ് വൈജയുടെ ഈ പ്രവൃത്തിയിലെല്ലാം. അപ്പോൾ രോഹിത്തിനോട് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് എന്ന്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഈ വാശിക്ക് അലീനയെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അമ്മ ആ വാശിയിലെല്ലാം പിടിവാശികളെല്ലാം അമ്മയുടെ ജയിച്ചെന്നാവില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയും അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ദോഷം ചെയ്യും, ഞാൻ വേറൊരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, നിന്നോടിപ്പോൾ അതൊന്നും തുറന്ന് പറയാൻ പറ്റിയ ഒരവസ്ഥയിലല്ല എന്നെല്ലാം ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴയ പോലെയല്ല, ബാലചന്ദ്രനും രോഹിത്തുമൊക്കെ അലീനയോടും വളരെ സപ്പോർട്ടീവാണ്. ബാലചന്ദ്രനും രോഹിത്തും നല്ല സ്നേഹത്തിലുമാണ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ബാലചന്ദ്രനും മനുവും ഒരുമിച്ച് മാമച്ചായൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മാമച്ചായൻ്റെ വീട്ടിൽ ചെന്നിട്ട് വേണം സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് അവർക്ക് പോവാനായിട്ട്. അങ്ങനെ രാവിലെ തന്നെ അവർ പുറപ്പെടുന്നുണ്ട് മാമച്ചായൻ്റെ വീട്ടിലേക്ക്. ഒരു ഉച്ചയായപ്പോഴത്തേനും അവർ എത്തുകയാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അലീനയ്ക്ക് വളരെ സന്തോഷമാവുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്, എന്നോടൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോയിക്കൂടെ, ഇവിടെ മാമച്ചായൻ അങ്കിള് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ചാണ് യാത്ര, പോയി വന്നതിന് ശേഷം മാത്രമേ എവിടേക്ക് പോയിരുന്നു എന്നും പോയ കാര്യങ്ങളെല്ലാം ശരിയാവുള്ളൂ എന്നെല്ലാം മാമച്ചായൻ പറഞ്ഞു എന്ന് അലീന പറയുന്നു. ബാലചന്ദ്രനും അത് തന്നെയാണ് അപ്പോൾ അലീനയോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മാത്രമേ എനിക്കിപ്പം നിന്നോട് പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഞങ്ങൾ എവിടെ പോയിരുന്നു എന്നും പോയ കാര്യങ്ങളെല്ലാം നടന്നു എന്നും വന്നിട്ട് പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങി പുറപ്പെടുകയാണ്. ഇപ്പോൾ മാമച്ചായൻ കണ്ടെത്തിയിരിക്കുകയാണ്. പുനലൂരാണ് ഇപ്പോൾ സ്റ്റാൻലി താമസിക്കുന്നത്. അപ്പോൾ പുനലൂർക്കാണ് സ്റ്റാൻലിയെ കാണാനായിട്ട് ഇവർ പോകുന്നത്. അപ്പോൾ ഇവർ പോകുന്ന വഴി
മാമച്ചായൻ്റെ ഒരു സുഹൃത്ത് റൂട്ട് മാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇവർ ആ റൂട്ട് നോക്കി പോകുന്നത് കേട്ടോ. അങ്ങനെ അവർ പുനലൂർ എത്തിയിരിക്കുകയാണ്. പുനലൂർ എത്തി അവർക്ക് പിന്നെ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നുള്ളൊരു ക്ലിയർ കിട്ടാത്തത് കൊണ്ട് അവരവിടെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചോദിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവർ കറക്റ്റ് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ചെന്നെത്തുന്നത് ഒരു വലിയൊരു വീടിൻ്റെ ഫ്രണ്ടിലെയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിപ്പെടുമ്പോൾ അവിടെ പുറത്ത് തന്നെ ഒരു തോട്ടം നനയ്ക്കുന്ന ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളോട് ചോദിക്കുന്നുണ്ട്, ഇത് സ്റ്റാൻലിയുടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തമിഴനാണ്. അദ്ദേഹം തമിഴിൽ ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്, പക്ഷെ ഇപ്പം ഇവിടെ ആരുമില്ല, ഇവരെല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം, ഞങ്ങൾക്ക് എന്തായാലും കണ്ടിട്ടേ പോകാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാമച്ചായനും ബാലചന്ദ്രനും മനുവും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം അവരവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, വളരെ ശാന്തമായ ഏരിയ അല്ലേ, എന്തൊരു തണുപ്പാണ്, എന്തൊരു ശാന്തതയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരവിടെയൊക്കെ നടക്കുന്നുണ്ട്. ബാലചന്ദ്രന് മാത്രം വല്ലാത്തൊരു ടെൻഷനുണ്ട്. കാരണം ബാലചന്ദ്രൻ ഭാര്യയുടെ പഴയ കാമുകനെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു മാനസികാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അല്ലേ. അങ്ങനെ അവർ കുറച്ച് സമയത്തിന് ശേഷം തന്നെ അവർ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയും ഭാര്യയും കൂടിയാണ് ഒരു കാറിലാണ് വരുന്നത്. അപ്പോൾ അവർ വന്ന് ഇവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലല്ലോ ആരാണ് എന്താണെന്നൊന്നും. അപ്പോൾ സ്റ്റാൻലി അവരെ ഒരു അതിശയത്തോടു കൂടിയാണ് ഇങ്ങനെ നോക്കുന്നത്, ഇവരാരൊക്കെയാണാവോ എന്ന്. അങ്ങനെ അദ്ദേഹം കാറ് വളച്ച് അവരെ കാർ പോർച്ചിലേക്ക് കാറ് കയറ്റിയതിന് ശേഷം തോട്ടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലയ്യ, ഉങ്ങളെ കാണാൻ വന്നതാണെന്ന് മാത്രം പറഞ്ഞുള്ളൂ എന്നൊക്കെ അദ്ദേഹം തമിഴിൽ പറയുന്നുണ്ട്. സ്റ്റാൻലി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് മൗനം പാലിക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രനൊന്നും പറയാണ്ടായപ്പോൾ തന്നെ മനു കയറി അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് മനു സ്വയം പരിചയപ്പെടുത്താണ്. സാർ, എൻ്റെ പേര് മനുശങ്കർ എന്നാണ്, ഞങ്ങൾ കടപ്പാട്ടൂരിൽ നിന്ന് വരികയാണ്, ഞങ്ങൾക്ക് സാറിനെ കണ്ട് അത്യാവശ്യമായൊരു കാര്യം പറയാനായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ തന്നെ സ്റ്റാൻലിക്ക് പെട്ടെന്നൊരു ടെൻഷൻ തോന്നുകയാണ് കേട്ടോ. ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ അതിനിടെ തന്നെ മാമച്ചായൻ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഞാനൊരു എക്സ് മിലിറ്ററി ആണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ അതെയോ എന്ന് പറഞ്ഞ് അവർ പരസ്പരം പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ മാത്രം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ബാലചന്ദ്രനോട് താങ്കൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രനും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാണ് എന്നെല്ലാം പറഞ്ഞ് അവർ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. ഇല്ല, വന്ന കാലേ നിൽക്കാതെ അകത്തേക്ക് വരൂ എന്ന് പറയുകയാണ് സ്റ്റാൻലി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല അകത്തേക്ക് വരുന്നില്ല, നിങ്ങളോട് തനിച്ച് സംസാരിക്കേണ്ട കാര്യമാണ്, അകത്തേക്ക് അത് വന്നാൽ സംസാരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഇല്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഞങ്ങളെല്ലാവരും ഓപ്പണാണ്, ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെൽക്കാൻ മാത്രമായിട്ടുള്ള രഹസ്യങ്ങളൊന്നുമില്ല, എല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്തായാലും താങ്കൾ അകത്തേക്ക് വന്നോളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല സ്റ്റാൻലി, ഇത് അങ്ങനെയുള്ളൊരു കാര്യം തന്നെയാണ്, നിങ്ങളൊരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം പറയാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുകയാണ്. അങ്ങനെയാണോ? അപ്പോൾ സ്റ്റാൻലി പുറത്ത് ഒരു പൂന്തോട്ടത്തിലുള്ള ഒരു ചെയർ കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങോട്ട് ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ നാലാളും കൂടി ആ പൂന്തോട്ടത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂന്തോട്ടത്തിൽ ഒരു ചെറിയൊരു ടീപ്പോയും അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ വൈഫ് പകുതി ഇടം വരെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ എടുക്കണ്ടേ, കോഫിയാണോ അതോ ജ്യൂസാണോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, രാവിലെ തന്നെയല്ലേ, കോഫി തന്നെ എടുത്തോളൂ, ചൂടായിട്ട് തന്നെ കുടിക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ വന്ന സ്ത്രീ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് വൈഫായിരിക്കും അല്ലേ ചോദിക്കുമ്പോൾ, ഓ ഞാൻ പറയാൻ മറന്നു, അതെ അതെൻ്റെ വൈഫാണ്, പേര് ആനി എന്നാണ്. അപ്പോൾ കുട്ടികൾ
അതെ, എനിക്ക് 2 ആൺമക്കളുണ്ട്. രണ്ടാളും ഊട്ടിയിൽ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുകയാണ്. ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ +2ലുമാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഫാമിലിയെ കുറിച്ചിട്ട്. അല്ല, നിങ്ങൾ വന്ന കാര്യം പറയുന്നില്ലല്ലോ. ഇത്ര ദൂരം എന്നെ കാണാൻ വരണമെങ്കിൽ അത് കുറച്ച് സീരിയസ് ഉള്ള കാര്യം തന്നെ ആയിരിക്കുമല്ലോ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ മാമച്ചായൻ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, അതേ, വളരെ ഗൗരവം തന്നെയുള്ള കാര്യമാണ്. കാര്യം കേൾക്കുമ്പോൾ നിങ്ങളെ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അതെല്ലാം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് തന്നെ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് ഒന്നും മനസ്സിലാവാതെ ഇവർ 3 നോക്കുന്നുണ്ട്. മനു ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനും മനുവും ഒന്നും പറയുന്നില്ല എന്ന് മനസ്സിലാക്കിയ മാമച്ചായൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വൈജയന്തിയെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. മറന്നിട്ടില്ലായിരിക്കുമല്ലോ എന്ന് ചോദിക്കുന്നതായിരിക്കും സത്യം, അല്ലേ? അപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളെന്തിനാണ് എൻ്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്? ഓ, അപ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാലം തന്നെയാണ്. അത് നിങ്ങൾക്കിനി കേൾക്കാനും താല്പര്യമില്ല, അല്ലേ? അത് ചോദിച്ചത് ബാലചന്ദ്രനായിരുന്നു കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എങ്കിലേ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താൻ. ആ വൈജയന്തിയുടെ ഭർത്താവാണ് ഞാൻ. എൻ്റെ പേര് ബാലചന്ദ്രൻ. ഞാൻ അവിടെ ഒരു അത്യാവശ്യം എല്ലാവരും അറിയുന്ന രീതിയിൽ കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളെ കാണാതിരിക്കാനും ഇവിടെ വന്ന് നിങ്ങളോട് ഈ കഥ പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് സ്റ്റാൻലി പെട്ടെന്നൊന്ന് ഷോക്കാവുന്നുണ്ട്. സ്റ്റാൻലി ഒന്നും പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് സ്റ്റാൻലിക്ക് പെട്ടെന്നൊരു ടെൻഷൻ കയറി എന്നുള്ളത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു പ്രശ്നമുണ്ടാക്കാനോ കുടുംബം കലക്കാനോ ഒന്നും വന്നതല്ല. പക്ഷേ നിങ്ങൾ വളരെ സൗമ്യമായിട്ട് തന്നെ ഇരുന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് മാത്രമേ ഇനി നിങ്ങളൊരു മറുപടി പറയാവൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്നും മനു തുടങ്ങുകയാണ് കേട്ടോ. ഇവർ വേർപിരിയുന്ന സമയത്ത് വൈജയന്തി പ്രഗ്നൻ്റ് ആയിരുന്നുവെന്നും അത് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചെന്നും ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ബാലചന്ദ്രനുമായി നമ്മുടെ കുടുംബക്കാർ വിവാഹം നടത്തിയെന്നുള്ള കഥകളൊക്കെ പറയുന്നത് മനു തന്നെയാണ്. മനു വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അതെല്ലാം പറയുന്നത്. കാരണം ഒരു ആൻറ്റിയുടെ കഴിഞ്ഞു പോയ കഥകൾ പറയുമ്പോൾ എത്ര തന്നെ വന്നാലും വല്ലാത്തൊരു വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്നാൽ പറയാതിരിക്കാനും വയ്യ. അങ്ങനെ എല്ലാം കേട്ട് സ്റ്റാൻലി തരിച്ചിരിക്കുകയാണ്. സ്റ്റാൻലി തിരിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ വീണ്ടും മനു പറയുകയാണ്, ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് മുത്തച്ഛൻ ഉപേക്ഷിച്ച ആ കുട്ടി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. അത് മുത്തച്ഛനും ഞാനും പോയി അവളെ കണ്ടു. അതിനുശേഷം മുത്തച്ഛൻ്റെ മരണശേഷം അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാനും അങ്കിളും കൂടി പോയി. അന്നൊന്നും അവൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. മുത്തശ്ശിയെ നോക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു ഹോം നേഴ്സാണ് എന്ന് മാത്രമാണ് അറിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവസ്ഥ എല്ലാവർക്കും അറിയാം. വൈജാൻറ്റിക്ക് ഒഴിച്ച്, വൈജാൻറ്റിയുടെ 2 മക്കൾക്കും ഒഴിച്ച് ഒരുവിധം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അലീന ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണെന്നും സ്റ്റാൻലി എന്ന് പറയുന്ന ആളിൽ വൈജാൻറ്റിക്ക് ജനിച്ച കുഞ്ഞാണെന്നും എല്ലാം ഞങ്ങൾക്കറിയാം. പറഞ്ഞു നിർത്തിയതിന് ശേഷം ഇദ്ദേഹം ഒന്നും പറയാതെ ആയപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇത്രയും കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത്? ആ കുട്ടി ഇവരുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. 10-23 വയസ്സായ ആ മകൾ ഇവരുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് അവളെ മകളെപ്പോലെ നോക്കുന്നതും കൊണ്ടു നടക്കുന്നതെല്ലാം. അവൾ അവരുടെ അല്ലെങ്കിൽ നിങ്ങളിൽ ജനിച്ച മകളാണെന്ന് വൈജയന്തി അറിഞ്ഞാലുണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം വൈജയന്തിയോട് കഥകളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ കുടുംബം ആകെ താറുമാറായിരിക്കുകയാണ്. ബാലചന്ദ്രന് അവിഹിത ബന്ധത്തിൽ ജനിച്ച കുഞ്ഞാണ് അലീന എന്ന വിശ്വാസത്തിൽ
ബാലചന്ദ്രനെ എല്ലാവരും കൂടി ക്രൂശിക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥയിലാണ് എല്ലാവരും ഇതറിഞ്ഞതും. ഇതും കൂടിയും കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? 23 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥയും പറഞ്ഞ് വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടായത്? അതും ഞാൻ പോലും അറിയാത്തൊരു... ശരിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല, ഞാനും വൈജയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നും ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുന്നതിൽ എനിക്കിതൊന്നും ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോടു കൂടി പോയിരുന്നൊരു ജീവിതമാണ് ഞങ്ങളുടേത്. കൗമാരപ്രായം തുടങ്ങി ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു പെണ്ണാണ് വൈജ. അവളെ സ്വന്തമാക്കിയെന്ന സന്തോഷത്തിലായിരുന്നു ഈ കഴിഞ്ഞു പോയ വർഷങ്ങളെല്ലാം, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന വർഷങ്ങളെല്ലാം. അതിനിടയിലേക്കാണ് അവൾക്ക് കഴിഞ്ഞു പോയൊരു ജീവിതമുണ്ടായിരുന്നുവെന്നും അതിലൊരു കുഞ്ഞുണ്ടായെന്നൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെയൊക്കെ അവളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി നിങ്ങളെ തിരിച്ചേൽപ്പിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നു? എനിക്ക് ആ പെൺകുട്ടിയോട് തോന്നിയ ഒരു അലിവാണ്. അവളെ ഇനിയും ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല. നിങ്ങളോട് കൂടി ആലോചിച്ചിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ചെയ്തു വെച്ച ദ്രോഹങ്ങൾക്ക് ഞാനാണ് സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിള് ഇപ്പോൾ വയ്യാതിരിക്കുകയാണ്, നിങ്ങളത് മനസ്സിലാക്കണം സർ. അങ്കിള് 2 അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ അറ്റാക്ക് വൈജാൻറ്റിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോഴും, രണ്ടാമത്തെ അറ്റാക്ക് മറ്റൊരു ട്രാജഡി അങ്കിളിൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടിപ്പോൾ അധികം നാളായിട്ടില്ല. അതും കൂടിയൊക്കെ ആയിട്ട് ഇനിയും അങ്കിളിനെ അങ്ങനൊരു ഇത് വരാതെ നോക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനും കൂടി ഇതിനിറങ്ങി തിരിച്ചത് എന്നെല്ലാം മനു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പോൾ മാമച്ചായൻ പറയുകയാണ്, വേണമെങ്കിൽ എന്നല്ല, അത് വിശ്വസിക്കണം. കാരണം ഇങ്ങനൊരു നുണ പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനൊരു നുണ പറഞ്ഞുണ്ടാക്കണമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. അപ്പോൾ ഇതേ സമയം സ്റ്റാൻലിയുടെ വൈഫ് കോഫി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കോഫി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ കോഫിയൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് തന്നെ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റാൻലി വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനൊരു കുഞ്ഞുണ്ട് എന്നുള്ള കഥ മാത്രമാണ് എൻ്റെ വൈഫിന് അറിയാത്തതായിട്ടുള്ളൂ. അത് എനിക്കും പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അവൾ അറിയുന്നത്? വൈജയനെ കുറിച്ചിട്ടും ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയതായിരുന്നു എന്നുമല്ല ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവളെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ വന്ന് ഇതൊക്കെ പറയുമ്പോൾ അവൾ അറിഞ്ഞാലും എനിക്കതിൽ ടെൻഷനൊന്നുമില്ല. പക്ഷേ ഒരു മകളുണ്ടെന്നൊക്കെ അറിയുമ്പോൾ എന്നെ മാത്രം വിശ്വസിച്ച് എൻ്റെ കൂടെ വളരെ നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഞങ്ങൾ. ആ ഇടയിലേക്കൊരു മകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ബാലചന്ദ്രൻ, ഞാനിതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്ന്. ഉൾക്കൊള്ളണം മിസ്റ്റർ, ഉൾക്കൊണ്ടേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ബന്ധവുമില്ലാതെ അവൾ എൻ്റെ മകളായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അവളെ സംരക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തേടി വന്നത്. അവളുടെ പോലും ഞാൻ സമ്മതം മേടിച്ചിട്ടില്ല. നിങ്ങളെ അറിയിക്കണം എന്നതിലുപരി ഞാൻ ഒന്നും മറിച്ച് ചിന്തിച്ചിട്ടുമില്ല. നിങ്ങളാണ് ഇനിയൊരു തീരുമാനം പറയേണ്ടത്. ആ തീരുമാനം അറിയാതെ ഞാനിവിടുന്ന് പോകുകയുമില്ല എന്ന് ബാലചന്ദ്രൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്നിൽ നിന്നൊരു തീരുമാനം അറിയണമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എന്ത് തീരുമാനമാണ് പറയേണ്ടതെന്ന്. കാരണം പെട്ടെന്നൊരു ദിവസം വന്നിട്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ചുവെന്നും ആ കുഞ്ഞിനെ ആദ്യം നിങ്ങൾ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു, അല്ലെങ്കിൽ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നെല്ലാം വൈജയെ വിശ്വസിപ്പിച്ചിട്ട് ഇപ്പോൾ ആ കുഞ്ഞുണ്ടെന്ന് പറയുന്നു. ഇതിനെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? ഞാൻ അന്ന് വൈജയെ കാണാനായി വൈജയുടെ വീട് അന്വേഷിച്ച് വന്ന ആളാണ്. അന്ന് അവരെന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വൈജ ഇവിടെ ഇല്ലെന്നും വൈജയുടെ വിവാഹം കഴിഞ്ഞുവെന്നുമെല്ലാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് വൈജയുടെ വിവാഹം കഴിഞ്ഞതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി.
പിന്നെ വിവാഹം കഴിഞ്ഞല്ലോ, ഇനി അവളും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാനും മറ്റൊരു വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങിയത്. ഇങ്ങനെയൊന്നും ആയിത്തീരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനൊരു പുരുഷനെ ചതിക്കണമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ബാലചന്ദ്രൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പഴയ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം തകർക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല ഞാൻ. പക്ഷെ നിങ്ങൾ ചെയ്തു വെച്ചൊരു തെറ്റാണവൾ. ആ തെറ്റ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ശരിയാണ്. എൻ്റെ 3 മക്കളെക്കാളേറെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ജന്മം നൽകിയ അച്ഛൻ അവളെ കുറച്ച് ദിവസമെങ്കിലും കൊണ്ടുവന്ന് നിർത്തണമെന്നും അവളുടെ ജീവിതത്തിൽ അയാൾ എന്തെങ്കിലുമായി മാറണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ബാലചന്ദ്രൻ, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് ആലോചിക്കാൻ ഒരല്പസമയം തരണം. നിങ്ങൾ പറയുന്ന പോലെ അവളെ ഞാനിവിടെ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ പറഞ്ഞു നിർത്താൻ പറ്റിയൊരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കണം. അതിനൊരല്പം സമയം നിങ്ങളെനിക്ക് തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് വളരെ ന്യായമായ കാര്യമാണ്. അത് വലിയൊരു പ്രശ്നമാക്കി ഒന്നും എടുക്കണ്ട. അവളിപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കൂടെയാണ്. തൽക്കാലമെന്നല്ല, അവളെ കാലാകാലം ഞങ്ങൾ നോക്കാൻ തയ്യാറുമാണ്. പക്ഷേ അതിനൊന്നും ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല. ബാലചന്ദ്രന് അവളെ അവളുടെ സുരക്ഷിതമായ കൈകളിൽ മാത്രമേ ഏൽപ്പിക്കുള്ളൂ എന്ന വാശിയിലാണ്. എല്ലാം ഞാൻ അംഗീകരിക്കാം. എൻ്റെ ഭാര്യ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്കൊരു പെൺകുഞ്ഞില്ലാതെ പോയല്ലോ, നിങ്ങൾക്ക് എന്താണ് എനിക്കൊരു പെൺകുഞ്ഞിന് തരാൻ കഴിയായിരുന്നത് എന്നെല്ലാം അവൾ ചോദിച്ചിട്ടുണ്ട്. അവളോട് ഞാൻ പറയാം, ഞാനൊരു മകളെ തരാമെന്ന്. പക്ഷെ അതിനെനിക്ക് ഒരല്പസമയം തന്നേ പറ്റൂ എന്ന് ബാലചന്ദ്രനോട് പറയുമ്പോൾ മാമച്ചായനും മനുവും പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങളും അംഗീകരിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, സ്റ്റാൻലി എനിക്ക് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടാളും മാറി നിൽക്കുകയാണ്. അപ്പോൾ മാറി നിന്നിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, സ്റ്റാൻലി നിൽക്കുന്ന മനുവിനെ കണ്ടോ? അത് വൈജയുടെ 2ാമത്തെ സഹോദരൻ്റെ മകനാണ്. എൻ്റെ മനസ്സുകൊണ്ടും അവൻ്റെ മനസ്സുകൊണ്ടും ഒരാഗ്രഹമുണ്ട്, അലീനയെ അവന് വിവാഹം കഴിച്ച് നൽകണമെന്ന്. അത് അധികം വൈകാതെ തന്നെ നടത്തണം. അതിനു മുൻപ് തന്നെ നിങ്ങൾ അവളെ കൊണ്ടുവരണം. നിങ്ങളുടെ മകളായി എൻ്റെ കുട്ടി അവളുടെ അച്ഛൻ്റെ സ്നേഹം കൂടി കുറച്ച് നാൾ അനുഭവിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. പിന്നെ എനിക്കെത്ര കാലം ഇനിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല സ്റ്റാൻലി. എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എൻ്റെ അവസാന കാലത്താണ് അവൾ എന്നിലേക്ക് വന്നു ചേർന്നത്. അവളെ നല്ല കൈകളിൽ ഏൽപ്പിച്ചിട്ട് വേണം. എനിക്കും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ. എൻ്റെ മക്കൾക്കെല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ളത് ഈ കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലി കൂടി എൻ്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കരുത്. അപ്പോൾ സ്റ്റാൻലി വളരെ എല്ലാം കേട്ടപ്പോൾ വളരെ വിഷമാവുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലൊരു മനുഷ്യനെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പോലും ഞാൻ ഈ നിമിഷം വരെ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോലെ ഒരാളായതുകൊണ്ടാണ് ഇതെല്ലാം ക്ഷമിച്ച് ഇപ്പോഴും അവളെ കൂടെ നിർത്തുന്നത്. ഇല്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. ഞാൻ ഉടനെ തന്നെ നിങ്ങളെ വിളിക്കാം. അലീനയെ എൻ്റെ മകളായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും, അധികം താമസിക്കാതെ തന്നെ. സ്റ്റാൻലിയുടെ ആ വാക്കുകളിൽ സത്യസന്ധതയുണ്ടെന്ന് മനസ്സിലാക്കി ബാലചന്ദ്രനും മനുവും മാമച്ചായനും കൂടി യാത്ര പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ. സ്റ്റാൻലിയുടെ ഒരു മറുവിളിക്കായി കാത്തിരുന്നുകൊണ്ട് പുതിയ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.